ഇതെന്താണ് ഒരു ജനൽ എന്ന് ചിന്തിക്കാൻ വരട്ടെ. ഇങ്ങനെയുള്ള 1000 ജനാലകളുള്ള ഒരു മാളികയുണ്ടെന്ന് കേട്ടാലോ? തമിഴ്നാട്ടിലെ ശിവഗംഗ ജില്ലയിൽ കാരക്കുടി പട്ടണത്തിൽ നിന്ന് അധികം ദൂരത്തല്ലാതെ 1000 വിൻഡോസ് ഹൗസ് അഥവാ 1000 ജനാലകളുടെ വീട് നിർമ്മിതിയുടെ പ്രത്യേകതയിലും അതിൻ്റെ ചരിത്ര പശ്ചാത്തലത്തിലും നമ്മെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നിലകൊള്ളുന്നു. 1000 ജനലുകളുണ്ട്. ചെന്നൈയിലാ? ഇങ്ങ ആരും ഇല്ലേ? ഇപ്പൊ കുറച്ച് പേരെ കാണുന്നതിൽ ഓ എന്താ ഇത് 1000 ജനലുകൾ? ഇതൊരു കൺസ്ട്രക്ഷന്റെ പ്രത്യേകതയാണോ? ഒരുപാട് ഫാമിലി മെമ്പേഴ്സ് ഉണ്ട് ഇതില്. അവർക്ക് വേണ്ടി ഇത്രയും വലിയ പെരിസ വീടാ? ഇതിലിപ്പോ ആരും ഇല്ല. ഇപ്പൊ ഇതിങ്ങനെ ആളുകൾ വന്ന് ഇതിൽ ആളുകൾക്ക് കയറി കാണാനൊന്നും പറ്റില്ലല്ലേ? അതിന് പെർമിഷൻ ഇല്ല, പുറത്തുനിന്ന് കണ്ടുപോകാനോ? ഓ 1941 20,000 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ 3 നിലകളും 25 വലിയ മുറികളും വിവാഹത്തിനും മറ്റും ഉപയോഗിക്കാവുന്ന 5 വലിയ ഹാളുകളും ഉൾക്കൊള്ളുന്ന 1000 വിൻഡോസ് ഹൗസ് അഥവാ 1000 ജനൽ വീട് അന്നത്തെ കാലത്തെ 1,25,000 ഇന്ത്യൻ രൂപ ചെലവഴിച്ച് പണിത ഈ സൗധം ചെട്ടിയാർ മകൾക്ക് സ്ത്രീധനമായി നൽകിയതായും പറയപ്പെടുന്നു. തമിഴ്നാട്ടിലെ ചെട്ടിനാട് പ്രദേശം നാട്ടുകോട്ടൈ ചെട്ടിയാർ സമൂഹത്തിൻ്റെ ആസ്ഥാനമായിരുന്നു. മലേഷ്യ, ബർമ്മ, വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് സുഗന്ധദ്രവ്യങ്ങൾ, രത്നങ്ങൾ, അരി തുടങ്ങിയവയുടെ വ്യാപാരവും ബാങ്കിംഗ് പ്രവർത്തനങ്ങളും ഈ വിഭാഗത്തെ അതിസമ്പന്നരാക്കി. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലും 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭവും ഇവരുടെ പ്രതാപകാലമായി കണക്കാക്കപ്പെടുന്നു. 96 ഗ്രാമങ്ങൾ തങ്ങളുടെ അധീനതയിലാക്കി അനവധി വിസ്തൃതമായ മാളികകൾ പണിത് തങ്ങളുടെ പ്രൗഢിയും സമ്പത്തും വിളംബരം ചെയ്ത ഇവർ പക്ഷേ 2-ാം ലോക മഹായുദ്ധത്തിൻ്റെ അനന്തരഫലമായ സാമ്പത്തിക പ്രതിസന്ധിയിൽ വ്യാപാരങ്ങൾ ക്ഷയിച്ച് മദിരാശി, മുംബൈ, സിംഗപ്പൂർ എന്നിവിടങ്ങളിലേക്ക് തൊഴിൽ തേടി പോകേണ്ടി വന്നു. അവകാശ തർക്കങ്ങളും കേസുകളും ഇത്തരം മാളികകളുടെ നാശത്തിന് കാരണമായെങ്കിലും അതിനൊരു പരിഹാരമെന്ന നിലയിൽ ഇവയിൽ ചിലത് ഇന്ത്യൻ ഹോട്ടൽ ശൃംഖല പാട്ടവ്യവസ്ഥയിൽ ഏറ്റെടുത്ത് സംരക്ഷിച്ചു വരുന്നു.